मंगलम दिशतु मे आकाश, मंगलम दिशतु मे वायु, मंगलम दिशतु मे अग्नि, मंगलम दिशतु मे आपः, मंगलम दिशतु मे पृथ्वी। ओम शांति शांति शांति। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पाद शङ्करं लोकशङ्करम्। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतो वन्दे भगवन्तो पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। ഒന്നിച്ചു പോകുന്നവരിടയ്ക്കു മടങ്ങിയേക്കാം, അന്ന് ചൊന്നവർ നാട് മറിച്ചു കൊല്ലാം. തന്നുറ്റ ബാന്ധവർ തളർന്നു നിലം പതിക്കാം, എന്നാൽ ജപിക്ക പരിഭാവന ദൈവനാമം. സജ്ജനങ്ങളെ, പരിപാവനമായ നമ്മുടെ ഈ സേവാശ്രമത്തിൽ എത്തിച്ചേരുവാൻ സുഹൃത്തുക്കളായ നിങ്ങളെയൊക്കെ വീണ്ടും കാണുവാനും ഇങ്ങനെയൊരു ധന്യമായ സത്സംഗത്തിൽ പങ്കെടുക്കുവാനും ഒക്കെ അതിന് സാഹചര്യം ഒരുക്കിയ സകല വ്യക്തികൾക്കും ശക്തികൾക്കും സനാതനമായ ഋഷി പരമ്പരയുടെ നാമധേയത്തിൽ സർവദേവ നമസ്കാരഃ കേശവം പ്രതി ഗച്ഛതി, സർവജീവ നമസ്കാരഃ കേശവം പ്രതി ഗച്ഛതി. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിൽ നമ്മളും അങ്ങനെ ജീവിക്കുകയാണ്. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിലെ ഒരു വേദിയിൽ കറങ്ങാതെ ബഹുമാന്യനായ ആചാര്യനോടൊപ്പം ആചാര്യന്റെയും ആചാര്യനെ അനുസരിക്കുന്ന സുഗതപൂർണമായ ഒരു പ്രാർത്ഥന യജ്ഞത്തിൽ അതിൻ്റെ ഒരു ശുഭ മധ്യാഹ്നത്തിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ആചാര്യനും ആചാര്യനായി അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പരമാചാര്യനും ഇപ്പോൾ ആചാര്യ പദത്തിലേക്ക് അവരോധിക്കപ്പെട്ട ആചാര്യ ശ്രീരാമയ്യ ദേവിക്കും ഇവിടെ ഒരു പ്രഭാഷണത്തിന്റെ വസന്തം സൃഷ്ടിച്ച ഗ്രീഷ്മം എന്ന പേരുണ്ടെങ്കിലും വസന്തമാണ് സൃഷ്ടിച്ചത് അദ്ദേഹം ശശീന്ദ്രനും തുടക്കത്തിലൊരു മനോഹരമായ സ്വാഗതം പറഞ്ഞ നമ്മുടെ പ്രഭാഷകനും ഇനി പ്രഭാഷണം നടത്തുവാൻ ഇരിക്കുന്ന മഹത് വ്യക്തികൾ, കവികൾ, മറ്റ് കലാകാരന്മാർ, പിന്നെ ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരിക്കൽ കൂടി ഹൃദയംഗമമായ നമസ്കാരം. സ്വാമി ആദ്യം പറഞ്ഞു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെക്കുറിച്ച്. ഗുരുത്വാകർഷണത്തിന്റെ ബലത്തിലാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, നമുക്കൊക്കെ അറിയാം. അപ്പൊ ആ ഗുരുത്വാകർഷണത്തിന്റെ ബലത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ആകാശം ഇടിഞ്ഞു വീഴാതെയും ഭൂമി പിളർന്നു പോകാതെയും സമുദ്രം കരകവിഞ്ഞൊഴുകാതെയും താരാപഥങ്ങൾ ഭ്രമണപഥം വിട്ട് സഞ്ചരിക്കാതെയും ഒക്കെ ഞാനും നിങ്ങളും ഇവിടെ സ്വസ്ഥമായിട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ആകർഷണം
ഗുരുത്വത്തിന്റെ ഈ ആകർഷണം ഭൂമിക്ക് തന്നെ ആവശ്യമാണെങ്കിൽ ആ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കും അടിസ്ഥാനമായി വേണ്ട ഗുണമാണ് ഗുരുത്വം. ആ ഗുരുത്വം ഉള്ളതുകൊണ്ടാണ് നമുക്കെല്ലാം ഒരു യുക്തവും പരസ്പരം ഒരു പൊരുത്തവും ഒരു സമത്വവും ഒടുവിൽ അതൊരു മഹത്വവും ഒക്കെയായി മാറും. ഇതൊരു സേവാശ്രമമാണ്. പല പല ആശ്രമങ്ങൾ നമുക്കുണ്ടെങ്കിലും സേവാശ്രമം എന്നൊരു ആശ്രമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് സ്വാമി ചിന്തിച്ചപ്പോൾ ധ്യാനത്തിനുള്ള ആശ്രമമുണ്ട്, ജ്ഞാനത്തിനുള്ള ആശ്രമമുണ്ട്, ഗാനത്തിനുള്ള ആശ്രമമുണ്ട്, ഒരുവിധ സേവനത്തിനുമായി ഒരു ആശ്രമം. അപ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ അറിയാൻ ധ്യാനം മതി. എൻ്റെ മുന്നിലുള്ളവരിൽ ഇരിക്കുന്ന ഈശ്വരനെ അറിയാൻ അവിടെയാണ് ദാനമാണ്, സേവയാണ് മാർഗം. അപ്പോൾ അവനവന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ അറിയാൻ ധ്യാനമെങ്കിൽ മുന്നിലിരിക്കുന്നവരിലെ ഈശ്വരനെ അറിയാൻ ദാനമാണ്. സകലരിലുമുള്ള ഈശ്വരനെ അറിയാൻ ജ്ഞാനമാണ് വേണ്ടത്. അപ്പോൾ ധ്യാനം, ദാനം, ജ്ഞാനം. ഇവിടെ രണ്ടാമത് പറഞ്ഞ ഒരു ധർമ്മമാണ്, ദാനമാണ്, സേവയാണ്. ഈ ആശ്രമം അതിൻ്റെ ആദർശമായി സ്വീകരിച്ചിരിക്കുന്നു. സേവാഹി പരമോ ധർമ്മ. സേവനം പരമമായ ധർമ്മമാണ്. സേവനം മമ ജീവനം. അപ്പോൾ ഈ സേവനത്തിൻ്റെ അനശ്വരമായ ഒരു ഗാഥയാണ്, ചരിത്രമാണ് ഈ ആശ്രമം നാളിതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്വപൂർണമായ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്വാമി ഓർമ്മ വരുന്നത് ഒരു കഥയാണ്. ഈ സേവനം ചെയ്യണമെങ്കിൽ അതിനും നമുക്കൊരു മനസ്സ് വേണം. അതായത് ഒരു സ്വാമിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യരും കൂടെ അങ്ങനെ സഞ്ചരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് അതാ ഒരു പശുവിനെ അതിൻ്റെ കയറിൽ പിടിച്ചുകൊണ്ട് ഒരു കൃഷിക്കാരൻ നടന്നു പോവുകയാണ്. അപ്പോൾ ഈ സ്വാമിജി ശിഷ്യന്മാരോട് ചോദിച്ചു, ആരെയാണ് കൊണ്ടുപോകുന്നത്? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ആ മൃഗമാണ് ആ മനുഷ്യൻ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യൻ ആ മൃഗത്തെ, പശുവിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് സ്വാമിജി. അപ്പോൾ സ്വാമിജി പതുക്കെ അങ്ങോട്ട് ചെന്നിട്ട് ആ കൃഷിക്കാരന്റെ കയ്യിൽ നിന്ന് ആ കയറിന് വാങ്ങി ആ പശുവിനെ കയറിലേക്ക് വിട്ടു. പശു ഒറ്റോട്ടം. അയാൾ അതിന്റെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് അതിനെ പിടിക്കാനായിട്ട് പോവുകയാണ്. പശു അയാളെ ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാമിജി ചോദിച്ചു, ഇപ്പം ആരെയാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, കൊണ്ടുപോകുന്നത്? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇപ്പോൾ ആ മൃഗം ആ മനുഷ്യനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാമി പറഞ്ഞു, ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മുടെ മനസ്സ് നമ്മൾ എത്ര ബലം പിടിച്ച് നിയന്ത്രിച്ചു വെച്ചിരുന്നാലും ഒരു നിമിഷം പോലും വേണ്ട ആ പിടി ഒന്ന് അയച്ചാൽ അത് നമ്മളെയും കൊണ്ട് എവിടെയൊക്കെ വട്ടം കറക്കി കൊണ്ടുള്ളത് ആർക്കും നിർണ്ണയിക്കാൻ കഴിയില്ല. അതാണ് മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആ മനസ്സ് ആ പശുവിനെ പോലെ അങ്ങനെ അടങ്ങി നിൽക്കുന്നത് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടല്ല, നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം അടങ്ങി നിൽക്കുന്ന മനസ്സാണ്. നമ്മൾ ഒന്ന് കണ്ണു തെറ്റിച്ചാൽ, ഒന്ന് കൈവിട്ടാൽ ആ മനസ്സ് നമ്മളെ ഏത് ആത്മഹത്യയിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഏത് വിഭ്രാന്തിയിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഏത് കൊലപാതകങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്,
ഏത് പീഡനങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഏത് അഴിമതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഈ മനസ്സിനെ കുറിച്ചാണ് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും ഞാനും ഒക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഈ മനസ്സിന്റെ തത്വം ഗ്രഹിക്കാൻ തന്നെയാണ്. ഇന്ന് നമുക്കറിയാം, തല കൊണ്ട് ചെയ്യേണ്ടത് ആര് ചെയ്യും? കമ്പ്യൂട്ടർ ചെയ്തോളൂ. തടി കൊണ്ട് ചെയ്യേണ്ടത് ആര് ചെയ്തോളൂ? ശരീരം കൊണ്ട് ചെയ്യേണ്ടത് ആര് ചെയ്യും? റോബോട്ട്, യന്ത്ര മനുഷ്യൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇനിയിപ്പോ വീടുകളിലൊക്കെ ഭാവിയിൽ മനുഷ്യരൊന്നും ജോലി ചെയ്യാൻ വേണ്ടി വരില്ല, റോബോട്ടുകളാണ്, യന്ത്ര മനുഷ്യരാണ്. അപ്പോ തല കൊണ്ട് ചെയ്യേണ്ടത് കമ്പ്യൂട്ടറും തടി കൊണ്ട് ചെയ്യേണ്ടത് യന്ത്ര മനുഷ്യനും ചെയ്യുമ്പോൾ മൂന്നാമതൊന്നും കൂടി നമുക്കുണ്ട്. എന്നെ നിങ്ങളെ എല്ലാം സന്തോഷത്തോടെ എത്തുന്ന ഒരു ഹൃദയമുണ്ട് നമുക്കില്ല. ആ ഹൃദയം കൊണ്ട് ചെയ്യേണ്ടത് ആരും ചെയ്യും? അതേത് കമ്പ്യൂട്ടറിന് പറ്റും, അതേത് റോബോട്ടിന് പറ്റും. അപ്പോൾ ആ ഹൃദയത്തെ കുറിച്ചുള്ള ആ ഹൃദയത്തിന്റെ ശാസ്ത്രമാണ് ആത്മീയത. നമുക്ക് തെറ്റുമ്പോഴും നമ്മുടെ ഉള്ളിൽ തെറ്റാൻ നിൽക്കുന്നതാണ് ആ ഹൃദയം. That which is right when we are wrong. നമുക്ക് തെറ്റുമ്പോഴും നമ്മുടെ മനസ്സിന് തെറ്റുമ്പോഴും തെറ്റാൻ നിൽക്കുന്നതാണ് ആ ഹൃദയം. ആ ഹൃദയത്തിലേക്കുള്ള ഒരു ശ്രദ്ധയാണ് ആത്മീയത. നാം മാറിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ മാറാതെ നിൽക്കുന്ന ഒന്നാണ് ഹൃദയം. മനസ്സെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ സമയം എത്രയായി, 1 മണിയാവാറായി, ഇനി എത്ര നേരം കാണും എന്നൊക്കെ മനസ്സിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ ഹൃദയം അടങ്ങിയിരിക്കും, ശാന്തമായിട്ടിരിക്കും, സ്വസ്ഥമായിട്ടിരിക്കും. ആ ഹൃദയത്തിലേക്ക്, ആ ഹൃദയത്തിന്റെ തലത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് പണ്ട് കാലത്ത് നമ്മുടെ ഗുരുകുലങ്ങളെല്ലാം, വിദ്യാലയങ്ങളെല്ലാം, ആശ്രമങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നത്. മനസ്സിൽ പല വിധത്തിലുള്ള വികാരങ്ങൾ വരും, ബുദ്ധിയിൽ പല വിധത്തിലുള്ള വിചാരങ്ങൾ വരും. അപ്പോൾ മനസ്സിന്റെ വികാരങ്ങളെ നമ്മൾ ഇന്ന് ആധുനിക ശാസ്ത്രത്തിൽ എന്ന് പറയുന്നു ഇമോഷൻസ്, EQ. ബുദ്ധിയുടെ വിചാരത്തെ നമ്മളെന്ന് പറയുന്നു IQ. ഇത് രണ്ടും കൊണ്ട് ഇന്നത്തെ വിദ്യാഭ്യാസം അവസാനിക്കുകയാണ്. വികാരജീവികളായ കുഞ്ഞുങ്ങൾ അപ്പോൾ ബുദ്ധിജീവികളെ പോലെ വിചാരവാന്മാരായ കുഞ്ഞുങ്ങൾ, അവർ പഠിത്തത്തിൽ 100 വായിക്കും. അടുത്ത ദിവസം തന്നെ അവർ അച്ഛനെ അമ്മയും കൊല്ലും. ആരെങ്കിലും സ്നേഹിച്ചാൽ ആ സ്നേഹത്തിന്റെ പേരിൽ അവർ ആസക്തിക്കും, അവരെ കൊല്ലും. അപ്പോൾ വികാരഭ്രാന്തും വിചാരഭ്രാന്തെന്ന് പറയാൻ പറ്റില്ലെങ്കിലും വിചാരത്തിന്റെ ആധിക്യവും, അപ്പോൾ ബുദ്ധിയും ചിന്തയും നമ്മുടെ കുട്ടികളിൽ അങ്ങനെ ബാലൻസ് ഇല്ലാതെ നിൽക്കുന്നതിന്റെ ഫലമായിട്ട് മൂന്നാമത്തെ ഘടകമായിരിക്കുന്ന ഹൃദയം എന്ന് സ്വാമി നേരത്തെ പറഞ്ഞ ഭാഗം കുഞ്ഞുങ്ങൾക്കും അറിയില്ല, മാതാപിതാക്കൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ഉണ്ടെന്നുള്ളത്. മനസ്സുള്ള സ്വാമിയുണ്ട്, ബുദ്ധിയുണ്ടോ? ഉണ്ട്. ഹൃദയം അതെന്താണ് സ്വാമി? അപ്പോൾ ഇന്ന് ആധുനിക മനഃശാസ്ത്രം പറയുന്നു EQ, IQ ഇത് രണ്ടും മാത്രം പോരാ, ഇതിനെ രണ്ടിനെയും കൂടെ കോർത്തിണക്കുന്ന ഇമോഷണൽ ഇന്റലിജൻസ് അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം പൂർണ്ണമാവൂ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവരന്റെ ആന്തരിക ലോകത്തെ കുറിച്ച്, അവരന്റെ വികാരത്തെ തിരിച്ചറിയാനുള്ള വിചാരം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണം. അവരെ കുറിച്ച് വികാരപ്പെട്ടിട്ടും കാര്യമില്ല, വിചാരപ്പെട്ടിട്ടും കാര്യമില്ല. എന്റെ ചുറ്റുമുള്ളവന്റെ ഉള്ളിലുള്ള വികാരത്തെ തിരിച്ചറിയാനുള്ള ഒരു വിചാരം നമുക്ക് ഉണ്ടാവുന്നതാണ് ഇമോഷണൽ ഇന്റലിജൻസ് അഥവാ വിവേകം. അതാണ് ഹൃദയത്തിന്റെ തലം. മനസ്സിന്റെ വികാരവും ബുദ്ധിയുടെ വിചാരവും സമഞ്ജസമായി മേളിക്കുമ്പോൾ ഹൃദയം പ്രഫുല്ലമാവുകയാണ്. ഹൃദയം വികസിക്കുമ്പോൾ ആ ഹൃദയ പങ്കിടത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒന്നാണ് വിവേകം. വിചാര ചൂടാമണി നമ്മളാരും കേട്ടിട്ടില്ല, വികാര ചൂടാമണി നമ്മളാരും കേട്ടിട്ടില്ല, വിചാരാനന്ദ സ്വാമി നമ്മളാരും കേട്ടിട്ടില്ല, വികാരാനന്ദ സ്വാമി നമ്മളാരും കേട്ടിട്ടില്ല. വിവേകാനന്ദ സ്വാമി, വിവേക ചിന്താമണി,
സതത വിവേകം, നിത്യാനിത്യ വസ്തു വിവേകം, ഇവിടെ വിവേകമാണ്. ഈ വിവേകം നഷ്ടപ്പെട്ട ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുഞ്ഞുങ്ങൾക്ക് അറിവിൽ അഹങ്കാരമാണ്. എന്തെങ്കിലും കൊച്ചു കൊച്ചു അറിവുള്ളതിൽ അഹങ്കരിക്കുന്ന ഒരു തലമുറയാണ്. പക്ഷെ ഗുരുകുലങ്ങളിൽ നമ്മൾ പഠിച്ചതല്ല. നിങ്ങൾ ഒരിക്കലും അറിവിനെ കുറിച്ച് അഹങ്കരിക്കുകയല്ല വേണ്ടേ, അഹങ്കാരത്തെ കുറിച്ച് അറിയുകയാണ് വേണ്ടത്. അറിവിനെ കുറിച്ച് അഹങ്കരിക്കുകയല്ല വേണ്ടത്, നിങ്ങളുടെ അഹങ്കാരത്തെ കുറിച്ച് അറിയുകയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മാർഗം. അപ്പോൾ ആ അഹങ്കാരത്തെ കുറിച്ചുള്ള ആ തിരിച്ചറിവ് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് നമുക്ക് കടത്തി വിടാൻ കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കാണുന്ന പല പ്രശ്നങ്ങൾക്കും അവരുടെ പരിഹാരമാണ്. നമുക്കറിയാം, നമ്മുടെ യേശുദാസിനേക്കാളും ഒരുപക്ഷെ പ്രഗത്ഭനായ സംഗീതജ്ഞൻ, ശ്യാമഗാനവിശാരദൻ, നമ്മുടെ പഴയ രാഷ്ട്രപതി അബ്ദുൽ കലാമിനേക്കാളും ഒരുപക്ഷെ പ്രഗത്ഭനായ മിസൈൽ ടെക്നോളജി വിദഗ്ധൻ, ധനുർവേദ വിദ്യാപാരംഗതൻ, ആയുർവേദത്തിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഒന്ന് എഴുതിയ ധന്വന്തിരി സമനായ മഹാവൈദ്യൻ, അപാരമായ കർമ്മശേഷിയുടെ 20 കൈകളും അത്യുജ്വലമായ കൃഷ്ണവൈഭവത്തിന്റെ 10 തലകളും ഒത്തുചേർന്ന രാമായണത്തിലെ സുപ്രസിദ്ധനായ ആ കഥാപാത്രം ആരാണ്? കൈലാസപർവ്വതത്തെ ശിഥിലം കൊള്ളിച്ചുകൊണ്ട് ചന്ദ്രഹാസങ്ങളൊക്കെ ആടി പ്രശസ്തമായ ശിവതാണ്ഡവ സ്തോത്രം എഴുതിയ വൈയാകരണൻ, സാംഖ്യകാരൻ, യോഗി, ഒരു ഉപഗ്രഹത്തിന്റെയും സഹായമില്ലാതെ നവഗ്രഹങ്ങളിൽ നടന്ന വിവരങ്ങൾ അപ്പോൾ ഇരുന്ന് തന്റെ രാജധാനി നികുംഭലിയിൽ ഇരുന്ന് അറിഞ്ഞ ശാസ്ത്രകാരൻ. സ്വാമി, അതിന്റെ ശാസ്ത്രമാണ്. ഒരു പൈലറ്റ് ഇല്ലാത്ത ഒരു പുഷ്പക വിമാനത്തിൽ ഉലകം മുഴുവൻ മാറി പറന്നു നടന്നു എന്ന് പറയുന്ന ഒരു മഹാഭരണാധിപൻ. ഇന്ന് നമുക്ക് പോലും ആദ്യ കാലഘട്ടത്തിൽ പോലും സാധ്യമല്ലാത്ത വിധത്തിൽ ഒരു വീടല്ല, ഒരു നാടല്ല, ഒരു നഗരമല്ല, ഒരു സാമ്രാജ്യം തന്നെ സുവർണ സാമ്രാജ്യമാക്കി മാറ്റിയ ഒരു മഹാനുഭാവനായ ഒരു ഭരണാധിപൻ ആരാണ്? രാവണപ്രഭു, അഴകിയ രാവണൻ. ഒരു മനുഷ്യന് നാം പ്രതീക്ഷിക്കുന്ന സകലവിധ ജെനുവിൻ ക്വാളിറ്റീസും പൂർണ്ണമായിട്ട് രാവണൻ. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സംഗീത ഉപകരണമാണ് സന്തൂർ. സന്തൂർ നമ്മുടെ ശതതന്ത്ര വീണ പ്രശസ്തമാണ് അല്ലെ? സന്തൂർ, നമുക്ക് ആ ഓപ്പനെ കുറിച്ച് അറിയാം. അപ്പോൾ സന്തൂർ എന്ന് പറയുന്ന ആ ഉപകരണം കണ്ടുപിടിച്ചതാരാണ്? രാവണനാണ്. ഈ പൈലറ്റ് ഇല്ലാത്ത ഇതൊക്കെ ഉള്ളതാണോ സ്വാമി? ഇന്ന് രാവണൻ കോട്ട കണ്ടുപിടിച്ചപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു 10,000 കണക്കിന് പടി എങ്ങോട്ടതുണ്ട്. ആ പടി ഇത്ര എന്തായാലും ദിവസവും രാവണൻ കയറി ഇറങ്ങി പോകാൻ സാധ്യതയില്ല. അപ്പോൾ അവിടെ സഞ്ചരിക്കുന്നത് വായു വഴിയുള്ള ഏതെങ്കിലും സഞ്ചാര മാർഗമായിരിക്കും. മാത്രമോ, ശശിരേ ജലമയം, ചന്ദ്രനിൽ ജലമുണ്ടെന്ന് പറയുന്നു. ഇത് ആധുനിക ശാസ്ത്രമല്ല പറഞ്ഞത്. ഈ പഴയ ഉപഗ്രഹം ഇല്ലാതെ നവഗ്രഹങ്ങൾ നടന്ന വിവരങ്ങൾ അറിഞ്ഞ അന്നത്തെ പറച്ചിലാണ് ശശിരേ ജലമയം. അങ്കാരകൻ, ചുവന്ന മണ്ണാണ് ഉള്ളത്. ഇതൊക്കെ ശാസ്ത്രമല്ലേ? അപ്പോൾ പണ്ടുള്ളവർ പറയുന്നത്, അവർ പുരാണം പറയുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഈ പുരാണം ഒരു പറഞ്ഞ വാക്കിന്റെ അർത്ഥം നവ ഇതി പുരാണമാണ്. ഏറ്റവും മോസ്റ്റ് പ്രിമിറ്റീവ് ആണ്, മോസ്റ്റ് മോഡേൺ ആണ്, എവർ ഗ്രീൻ ആണ്, എവർ പ്രസൻസ് ആണ്. അത് ഏറ്റവും പഴയതുമാണ്, ഏറ്റവും പുതിയതുമാണ്. അതുകൊണ്ടാണ് സനാതനം, നിത്യമാണ്. അതിന് മാറുന്ന ലോകത്തും മാറാതെ നിൽക്കുന്നതാണ് ആ സത്യം. Eternal values, unchanging values in this changing world. പക്ഷേ ഇന്ന് ഈ രാവണനെ പോലെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരികയാണ്. ഒരു മനുഷ്യന് നാം പ്രതീക്ഷിക്കുന്ന എല്ലാ ബുദ്ധിയാനുണ്ട്, രാവണനുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളും രാമനെ പോലെ ആകുന്നതും പറ്റുമെങ്കിൽ ആരെ പോലെ ആകണം? രാവണനെ പോലെ ആകണം. ബുദ്ധി രാക്ഷസനാണ്. ബുദ്ധി രാക്ഷസനായാൽ രാക്ഷസ ബുദ്ധിയിൽ രാവണൻ അന്ന് ചെയ്ത കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളും നാളെ നമ്മളോട് ചെയ്യും. രാവണൻ ചെയ്തതാണ് സിമ്പിളാണ്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചെയ്യും. ഈ വലിയ വലിയ ആൾക്കാർ വീഴുന്നത് വലിയ കല്ലിൽ തട്ടിയല്ല, ചെറിയ കല്ലിൽ തട്ടിയാണ് നമ്മളൊക്കെ തലയടിച്ച് വീഴുന്നത്. രാവണൻ സംഭവിച്ചാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അതായത് ഭൂമിയുടെ പുത്രിയാണ് ആര്? സീത. ഭൂമിയുടെ പുത്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഭൂമി തന്നെ, പരിസ്ഥിതി തന്നെ, പ്രകൃതി തന്നെ. ഈ പ്രകൃതി വിഭവങ്ങളെ മനുഷ്യൻ അവന്റെ ആവശ്യത്തിനായിട്ട് കറന്നെടുക്കുവാൻ ആര് പറഞ്ഞു? ഋഷിമാർ പറഞ്ഞു. എങ്ങനെ എടുക്കാൻ? കറന്നെടുക്കും. പക്ഷെ ഈ രാവണൻ ചെയ്തെന്തായിരുന്നു?
ചെയ്തില്ല സ്വാമി, ഞാൻ കവർന്നെടുത്തതാണ്. കറന്നെടുത്തില്ല, എന്താണ് കവർന്നെടുത്ത് തട്ടിക്കൊണ്ട് പോവുകയാണ് സീതയെ. പ്രകൃതി വിഭവത്തെ കവർന്നെടുക്കുന്നത് വെറും കവർന്നെടുക്കുന്ന ആധുനിക ബുദ്ധിരാക്ഷസന്മാരായ ഞങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ, ഈ തലമുറ രാവണൻ എന്ന് ചെയ്തതുപോലെ നമുക്കറിയാം, ഭാരതത്തിലെ എല്ലാ പുരുഷന്മാർക്കും ഒരു സ്ത്രീ ഭാര്യയാണെങ്കിൽ ബാക്കി സ്ത്രീകളൊക്കെ അമ്മമാരെ പോലെയാണ്. രാവണനെ സംബന്ധിച്ചിടത്തോളം ഒരമ്മയുള്ളൂ, ബാക്കി സ്ത്രീകളൊക്കെ പറ്റുമെങ്കിൽ ആരെ പോലെ തന്നെ ആവണം, ഭാര്യമാരെ പോലെ ആവണം എന്നുള്ള ഒരു സദാചാരത്തിനുള്ള കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തിയെ പിന്തുടരാൻ ശ്രമിക്കുന്ന തലമുറകൾ രാവണൻ അന്ന് ചെയ്തത് കുറച്ചുകൂടെ മനോഹരമായിട്ട് നമ്മൾ ചെയ്യും. നമ്മൾ വലിയ ബംഗ്ലാവുകൾ, ആ ബംഗ്ലാവിന് പേരിടും അമ്മ വീട്. അമ്മ എവിടെയാണ് മോനെ? അമ്മയെ അനാഥാലയത്തിലാണ്. ഇതാണ് രാവണന്റെ ബുദ്ധി. രാവണൻ സീതയെ കൊണ്ടുവന്ന് എവിടെയാണ് വെച്ചത്? AC റൂമിലല്ല. കൊട്ടാരത്ത് AC റൂമൊക്കെ ഉണ്ടെന്ന് അവിടെ കൊണ്ട് വെച്ചില്ല. പിന്നെ എവിടെ കൊണ്ട് വെച്ചത്? അശോകവരി. ഈ അശോകം എന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രം പറയുന്നു മനുഷ്യന്റെ ബ്രെയിനിൽ ഡോപ്പമിൻ, സന്തോഷത്തിനുള്ള സെക്രീഷൻസ്, ഹോർമോൺ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്ന ഒരു ശക്തിയുള്ള ഒരു സാധനമാണ് ഈ അശോകം. ശോകമില്ലാതാണ്, വിഷാദമില്ലാതാണ്, ഡിപ്രഷൻ ഇല്ലാതാണ്, ആ ബിസിനസ് എല്ലാം മാറ്റി. അപ്പൊ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സിദ്ധാന്തമാണ്. അതായത് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുവന്ന് AC റൂമിൽ ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് മനസ്സമാധാനമാകുന്നുള്ള ഒരു വിധി ചിന്ത. രാവണൻ ചിന്തിച്ചതാണ്, സീതയെ കാട്ടിലെ ആ ബുദ്ധിമുട്ട് പിടിച്ച ചാണകം പിടി ആ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഞാൻ മനോഹരമായിട്ടുള്ള മനസ്സോട്ട് പോലുള്ള ആ ബുദ്ധിയെ എടുത്താക്കുന്നതാണ്, ശീതളമാക്കുന്ന, ബുദ്ധിയിൽ നല്ല നല്ല സിറ്റുവേഷൻസ് വരുന്ന, ആ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ സീതയ്ക്ക് എന്തുണ്ടാവും? ആ രാവണന്റെ ബുദ്ധി പറയുന്നത് സന്തോഷം ഉണ്ടായോ? ഇല്ല. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. അമ്മയ്ക്ക് ഞാൻ AC വാങ്ങിച്ചിട്ടില്ലേ, അച്ഛനെ ഞാൻ അത് വാങ്ങിച്ചിട്ടില്ല, ഇത് വാങ്ങിച്ചിട്ടില്ലേ. അപ്പൊ നമ്മൾ ഉള്ളത് കൊടുക്കാൻ നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്കെല്ലാം ഉള്ളം കൊടുക്കാൻ അറിയില്ല. ഉള്ളത് കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്കും പറ്റും, ഉള്ളം കൊടുക്കാൻ, ഹൃദയം കൊടുക്കാൻ, സ്നേഹം കൊടുക്കാൻ അറിയില്ല. കരയാനുള്ള ജന്മമായി മാറുമ്പോൾ നമ്മളെല്ലാം കരയാനുള്ള ജന്മങ്ങളായി മാറി. കരയാനാണോ ജന്മം? ആണോ? കര കയറാനുള്ളതായിരുന്നു നമ്മുടെ ജന്മം. പക്ഷെ നമ്മൾ കരയാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് ജനിച്ച് ചുറ്റും നിന്നവർ ചിരിച്ചു. ജീവിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ മക്കൾ കരഞ്ഞ് നിലവിളിച്ച് ജീവിക്കുന്നു. ഇനി മരിക്കുമ്പോൾ നിലവിളിച്ചുകൊണ്ട് മരിക്കാൻ ഇടയാകരുത്. പുഞ്ചിരി തൂക്കിക്കൊണ്ട് കൃതകൃത്യതയോടെ ചാരിതാർത്ഥ്യത്തോടെ ഞാൻ നിങ്ങളുമൊക്കെ സന്തോഷത്തോടുകൂടി മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മാഹാത്മ്യവും ധന്യതയും ഓർത്ത് ചുറ്റും നിൽക്കുന്നവർ കണ്ണുനീർ പൊഴിക്കുന്ന ഒരു ധന്യ ജീവിതത്തിന്റെ മഹനീയമായ ഒരു ഭാവന എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതം അതിന്റെ സാക്ഷാത്കാരത്തെ, അതിന്റെ പ്രഫുല്ലതയെ, അതിന്റെ പൂർണ്ണതയെ പ്രാപിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ എനിക്കുണ്ടൊരു ലോകം, എനിക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. ഈ അവസ്ഥയിലേക്ക് നാം അധപ്പതിച്ചപ്പോൾ ഒരു കൊച്ചു കഥ ഓർക്കുകയാണ്. ഏറ്റവും പ്രാചീനതെന്ന് പറയുന്ന, പ്രാചീനതെന്ന് പറയുന്ന, അധിഷ്ഠിതമെന്ന് പറയുന്ന, നമ്മളൊക്കെ വളരെ പരിഹസിക്കുന്ന ഒരു നാട്ടുകാരാണ് ആഫ്രിക്കക്കാർ, അല്ലേ? ആഫ്രിക്കയിലുള്ളവർ നമുക്കെല്ലാം ഒരു വലിയ ഹാസ്യം. പക്ഷെ മനുഷ്യവംശത്തിന്റെ ഉൽപ്പത്തിയുടെ അതിന്റെ ജനറ്റിക്കൽ ഓട് തിരക്കി പോയാൽ വന്ന് നിൽക്കുന്നത് എവിടെയാണ്? ആഫ്രിക്കയിലാണെന്നാണ് പറയുന്നത്. നരവംശശാസ്ത്രത്തിൽ ആഫ്രിക്കയുടെ പ്രാധാന്യം മനുഷ്യ ഉൽപ്പത്തിയുടെ തുടക്കമാണ്, അവിടെ ആണെന്നാണ് പറയുന്നത്. ഈ ആഫ്രിക്കയിൽ നടന്ന സംഭവമാണ്, ഇത് കെട്ടുകഥയാണ്. ആഫ്രിക്കയിൽ ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു കൊട്ട നിറച്ചും മധുരമുള്ള പഴങ്ങൾ നിരത്തി വെച്ചിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങൾ, പ്രാകൃതരായ ഈ ആദിവാസികളെ പോലെ അല്ലെങ്കിൽ ബുദ്ധവർഗക്കാരെ പോലുള്ള പാവപ്പെട്ട നിരക്ഷര കുട്ടികളായ കുറച്ച് കുഞ്ഞുങ്ങളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളിൽ ആരാണോ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഓടി വന്ന് ഈ മാമ്പഴം തൊടുന്നത് അവർക്ക് ആ ഒരു കുട്ട മാമ്പഴം സമ്മാനമായിട്ട് കിട്ടും. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നിങ്ങളെല്ലാവരോടും ഓടി ആദ്യം വന്ന് എടുക്കുന്ന തൊടുന്ന ആൾക്ക് ഈ ഒരു കൊട്ട മാമ്പഴം. കുഞ്ഞുങ്ങളെല്ലാവരും അവരെല്ലാം വിളിച്ചുകൊണ്ട് അവിടെ കൊണ്ട് നിർത്തി സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മളെല്ലാം എന്ത് ചെയ്യും? അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് അവരെ തള്ളി വന്നിട്ട് ഒറ്റ ഓട്ടോടെ നോക്കും. അത്ഭുതം. ഒരു സംസ്കാരവും ഇല്ലെന്ന് പറയുന്ന, ഒരു പരിഷ്കാരവും ഇല്ലെന്ന് പറയുന്ന, പ്രാകൃതം നമ്മൾ കളിയാക്കുന്ന, അപരിഷ്കൃതം എന്ന് പറയുന്ന ആ കുഞ്ഞുങ്ങൾ ചെയ്തതാണെന്ന് സ്വപ്നത്തിൽ പോലും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അവർ ചെയ്തത് മറ്റൊന്നുമല്ല, അവരെല്ലാം പരസ്പരം കൈ കൊടുക്കാൻ കഴിയും.
കുഞ്ഞുങ്ങളെല്ലാം പരസ്പരം കൈ കോർത്തിട്ട് ഒരുമിച്ച് ഓടുകയാണ്. ഒരുമിച്ചോടി അവിടെ ചെന്ന് ഒരുമിച്ച് തൊട്ടിട്ട് ആ പഴം ആ പുഴയോട് എല്ലാവരും പങ്കിട്ട് ഇരിക്കുകയാണ്. ആ അധ്യാപകൻ അത്ഭുതത്തോടൊപ്പം ചോദിച്ചു, ഞാൻ ഇങ്ങനെ എല്ലാവരും പറഞ്ഞത്, നിങ്ങളിൽ ആദ്യം ഓടിയെത്തുന്ന ഒരാൾക്കാണല്ലോ ഇത് സമ്മാനമായിട്ട് തരുന്നതെന്ന്. നിങ്ങൾ പറഞ്ഞു ബനാറ്റു. ഈ വാക്കിന്റെ അർത്ഥം നമുക്ക് ആരും പറഞ്ഞിട്ടുണ്ട്. ബനാറ്റു എന്നൊരു വാക്കാണ് പറയുന്നത്. അതിന്റെ അർത്ഥം അതി പറയുന്നത്, ഈ ഇത്രയും പേർ ദുഃഖിക്കുമ്പോൾ ഒരാളായിട്ട് എങ്ങനെ സന്തോഷിക്കുന്നു. ഇതെന്റെ ഗുരുനാഥൻ പറഞ്ഞൊരു വാക്കാണ്. എടോ, ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം, ആരെയും കരയിപ്പിക്കാതെ ചിരിക്കാൻ പഠിക്കണം, ആരെയും ചെറുതാക്കാതെ വലുതാവാൻ പഠിക്കണം, ആരെയും ദുഃഖിപ്പിക്കാതെ സന്തോഷിക്കാൻ പഠിക്കണം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് നടക്കാത്തൊരു കാര്യമാണ്. ആരെയും ചെറുതാക്കാതെ വലുതാവണം. ആ കുഞ്ഞുങ്ങൾ നടപ്പിലാക്കി കാണിച്ചു നോക്കും. അവരാരും ചെറുതായില്ല, അവരെല്ലാം വലുതായി. അവരാരെയും കരയിപ്പിച്ചില്ല, അവരെല്ലാം സന്തോഷിച്ചു. ഇതാണ് ഭാരതീയ ആദർശത്തിന് സേവ. പരസ്പരം ഭാവയെന്ന ശ്രേയപരമവാസ്യത. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തരും. ഇതാണ് യജ്ഞം, ഇതാണ് യാഗം, ഇതാണ് ഹോമം, ഇതാണ് യാഗം. അപ്പോൾ അവിടെ ആ കുഞ്ഞുങ്ങൾ പറയുന്നത്, ഐ എക്സിസ്റ്റ് ബിക്കോസ് വി എക്സിസ്റ്റ്. ഞാൻ നിലനിൽക്കുന്നു, എന്തുകൊണ്ട്? നമ്മൾ നിലനിൽക്കുന്നുണ്ട്. ഐ ആം ഹിയർ ബിക്കോസ് വി ആർ ഹിയർ. നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉള്ളത്. നമ്മളെല്ലാവരും ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത്. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് നമ്മൾ എത്തിച്ചേർന്നത് എവിടെയാണ്? അവനവനിസം. ഞാനും എൻ്റെ കെട്ടിയോടും എൻ്റെ കുട്ടിയോടും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാനും എൻ്റെ കെട്ടിയോടും, അത് കഴിഞ്ഞ് അവസാനം ഞാൻ മാത്രം. അത് നല്ലതാണ്, ആ അവസ്ഥയൊക്കെ നല്ലതാണ്. പക്ഷെ അതിൻ്റെ ആധ്യാത്മിക ഭാവത്തിൽ അത് വരാമെങ്കിൽ വളരെ നല്ലതാണ്. കാരണം കാലടിയിൽ നിന്നും കാൽനടയായി പോയി, അല്ലേ? നമ്മുടെ ആ ഭാരത ഭൂമിയിലെ കാലടി നാട്ടിലെ, അതായത് കേരള ഭൂമിയിലെ കാലടി മണ്ണിൽ നിന്നും കാൽനടയായിട്ടാണ് പോയത്. എന്നിട്ട് ലോകത്തെ അദ്വൈതത്തിന്റെ കാലടിയിലാക്കി ദിഗ്വിജയം സ്ഥാപിച്ച, വൈജയത്തിൽ ബാധിച്ച ഒരു മഹാത്മാവ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആരാണ്? ആദി ശങ്കരാചാര്യൻ സ്വാമി. അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചതാണ് മഹത്തായ അദ്വൈതം. അദ്ദേഹം പറഞ്ഞു, അദ്വൈതം മറ്റുള്ളവരിൽ നിന്നും അകന്നു നിന്ന് അവരെ പഠിപ്പിക്കാനുള്ളതല്ല, മറ്റുള്ളവരിൽ നിന്ന് ഉയർന്നു നിന്ന് അവരെ പഠിപ്പിക്കേണ്ടതാണ്. എന്താണ്? ചുറ്റുമുള്ളവരിൽ നിന്ന് അകന്നു നിന്ന് പഠിപ്പിക്കേണ്ടതല്ല അദ്വൈതം, ചുറ്റുമുള്ളവരിൽ നിന്ന് ഒരു പടി ഉയർന്നു നിന്ന്. എന്തിനാണ് ഉയർന്നു നിൽക്കുന്നത്? അവർ നിബന്ധിച്ചു പോയ ദ്വൈതഭ്രമത്തിന്റെ രണ്ടെന്ന തോന്നലിന്റെ ഇണ്ടലിൽ നിന്നും, ആ മഹാഗർഭത്തിൽ നിന്നും, ആ കുഴിയിൽ നിന്നും അവരെ കാരുണ്യത്തോടെ കരകയറ്റുന്നതാണ് ആലയം, കരുണാലയം. ശങ്കരാചാര്യസ്വാമികളെ കുറിച്ച് പറയുന്നതാണ്, അല്ലേ? ശ്രുതിസ്മൃതി പുരാണാന. ശ്രുതിസ്മൃതി പുരാണാനാം ആലയം കരുണാലയം. ആലയം കരുണാലയം. ഇത്രയും കാരുണ്യത്തോടു കൂടി കരയേറ്റുവാനുള്ള ആ ഭാവന അദ്ദേഹത്തിന് കണ്ടതുകൊണ്ടാണ് ആ ശ്ലോകം അങ്ങനെ വന്നത്. അതേ ശങ്കരാചാര്യ സ്വാമി ദ്വൈതഭ്രമത്തിന്റെ അജ്ഞാനത്തിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് ഭയങ്കരനാണ്. അതേ ശങ്കരാചാര്യ സ്വാമി അദ്വൈതത്തിന്റെ അനന്തമഹായസിലേക്ക് പ്രജ്ഞയെ ഉയർത്തിയ വ്യക്തികൾക്ക് അഭയങ്കരനാണ്. അപ്പോൾ ശങ്കര ഭയങ്കര, ശങ്കര അഭയങ്കര. അപ്പോൾ ഇവിടെ ഞാൻ മറ്റൊരാളെ സഹായിക്കുമ്പോൾ എന്നെ തന്നെ സഹായിക്കുന്നതാണ് അദ്വൈതം. ഞാൻ മറ്റൊരാളെ താഴ്ത്തുമ്പോൾ എന്നെ തന്നെയാണ് താഴ്ത്തുന്നതെന്ന് പറയുന്നതാണ് അദ്വൈതം. എനിക്ക് എന്നിലേക്കുള്ള ദൂരം മാത്രമേ ഉള്ളൂ, എനിക്ക് ഈശ്വരനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നതാണ് അദ്വൈതം. ഞാൻ ഈശ്വരനെ തേടി എന്നിലെത്തി എന്ന് പറയുന്നതാണ് അദ്വൈതം. ഞാൻ എന്നെ തേടി ഈശ്വരനെത്തി എന്ന് പറയുന്നതാണ് അദ്വൈതം. ഇവിടെ ഈ രണ്ടില്ല
ബോധമില്ലാത്ത ഈ അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയുടെ ഹൃദയത്തെ ഉണർത്തപ്പെട്ട നിലയിലേക്ക് നമ്മുടെ ജീവിതം ഉയർന്നു വരുമ്പോഴാണ് അത് സേവയിലായി മാറുന്നത്. നമ്മളൊന്ന് സേവ സേവ എന്ന് പറയുമ്പോൾ പല അർത്ഥത്തിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ദാനങ്ങൾ നൽകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു. തീർച്ചയായും ഇതൊക്കെ സേവ തന്നെയാണ്. പക്ഷേ ഈ കൊടുക്കുമ്പോൾ അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആരും ബോധം ഉള്ള ഒരവസ്ഥയിൽ നിന്നുകൊണ്ടല്ല പലപ്പോഴും പലതും ചെയ്യുന്നത്. ഒരു വലിയ ഉറക്കത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ പെട്ടിരിക്കുന്നത്. ആ ഉറക്കത്തിൽ പെട്ടിരിക്കുന്ന തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പള്ളിയിലച്ഛനും ഒരു മുസ്ലിയാരും ഒരു അദ്വൈതിയും കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പള്ളിയിലച്ഛനും മുസ്ലിയാരും നമുക്കറിയാം സെമിറ്റിക് മതമാണ്. അവർ പറയുകയാണ്, സ്വാമി, ഞാൻ മരിച്ചാൽ എൻ്റെ ദേഹം മണ്ണിലോട്ട് പോകും, എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും. ഇതാണ്, ഞാൻ മരിച്ചാൽ എൻ്റെ ദേഹം മണ്ണിലോട്ട് പോകും, എൻ്റെ ആത്മാവ്. അപ്പൊ സ്വാമി എന്താ പറയുന്നത്? നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ആദർശമാണ്. നമ്മൾ അദ്വൈതം എന്ന് പറയുന്നു, ഭാരതീയത എന്ന് പറയുന്നു, സനാതനം എന്ന് പറയുന്നു, എല്ലാം ഒന്നാണെന്ന് പറയുന്നു. ഇത് നമുക്ക് മനസ്സിലായ ഭാഷയാണ്. ഇപ്പൊ പറഞ്ഞത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദേഹം മണ്ണിലേക്കും എൻ്റെ ആത്മാവ് വീടിലേക്കും. അപ്പോൾ ആ സ്വാമി സിമ്പിളായിട്ട് ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. ആ ചോദ്യം സ്വാമി ഇങ്ങോട്ട് ചോദിച്ചാലും സ്വാമിയോട് ചോദിച്ചാലും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ചോദ്യമല്ല. പക്ഷെ അതൊന്ന് കാണാതെ പഠിച്ചെങ്കിൽ വെച്ചാൽ മതി. അത് പിന്നീട് നമുക്ക് ഫലപ്രാപ്തി കിട്ടും. എന്താണ് സ്വാമി ചോദിച്ചത്? നീ മരിച്ചാൽ പറഞ്ഞതുള്ളതാണ്, നിന്റെ ദേഹം, നീ മരിച്ചാൽ നിന്റെ ദേഹം മണ്ണിലേക്കും നിന്റെ ആത്മാവ് പിന്നിലേക്ക് പോകും. നീ എങ്ങോട്ട് പോകും? നിന്റെ ദേഹം നിന്റെ ആത്മാവ്, നീ എങ്ങോട്ട് പോകും? അത് രണ്ടും കറങ്ങുകയാണ്. ഈ കറക്കം ഇപ്പോഴത്തെ വരികയാണ്, ഇതുവരെ തീർന്നിട്ടില്ല. ഈ കറക്കം എന്ന് തീരുന്നോ അന്നോടുകൂടി നമ്മുടെ ഉറപ്പവും തീരും. അവിടെ തൊട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ വെട്ടം, ഒരു വെട്ട വെളിയിലേക്ക്, ഒരു വെളിച്ചത്തിലേക്ക് നമ്മുടെ ജീവിതം, അല്ലേ? നമ്മളെല്ലാം ധ്യാനിക്കാൻ നടക്കുന്ന ആൾക്കാരാണ്. എന്താണ് ധ്യാനിക്കുന്നത്? ഒന്നും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാനായിട്ട് ഗുരു പറഞ്ഞു, നീ ധ്യാനിക്കാൻ പോകണ്ടേ? ആരെ ധ്യാനിക്കുന്നത്? ധ്യാനിക്കാൻ പോകുന്ന ആളിനെ ധ്യാനിച്ചാൽ മതി. ധ്യാനിക്കാൻ പോകുന്നത് ആരെയാണോ അയാളെ ധ്യാനിച്ചാൽ മതി. വേറെ ഒന്നും ധ്യാനിക്കുന്നത് അത് ഒഴിച്ചു മാറ്റിയല്ല നമ്മൾ എന്ത് ചെയ്യും? ധ്യാനിക്കും. അയാൾ അപ്പോഴും അന്യനെ പോലെ നിൽക്കുകയാണ്. അയാൾ പറയുകയാണ്, അന്യനാം ഞാൻ നിന്റെ ബന്ധുവല്ലേ? ഇല്ല, നമുക്ക് മനസ്സിലാകില്ല. അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ബുദ്ധി ഇടറി 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 താഴും. ഈ ഇടർച്ചയാണ് പ്രജ്ഞാമാന്ദ്യം, ജ്ഞാന കർമ്മ സമുച്ചയ ദോഷം. ഇത് വലിയൊരു ദോഷമാണ്. അതായത് നമ്മുടെ ദേഹത്തിന് അസുഖം വരണമെങ്കിൽ നമ്മുടെ ശാസ്ത്രം പറയുന്നത് ദേഹത്തിന് അസുഖം വന്നത് വ്യാധിയാണ്. വ്യാധി. ആ വ്യാധി അതിന് മുമ്പ് എവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ വിത്ത് മനസ്സിലാദ്യമായിട്ട് തുടങ്ങി, അവിടെ തീർന്നോ? അവിടെ വരെ ആയുർവേദവും അവസാനിക്കും. ആയുർവേദം അതിന്റെ പഠനം ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ആധീനിച്ച വ്യാധി, ആധീൻ വ്യാധി. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ അഷ്ടാംഗഹൃദയത്തിൽ പറയുന്നു രാഗാദി രോഗം. ശരീരത്തിൽ രോഗം വരണമെങ്കിൽ മനസ്സിൽ എന്ത് വരണം? രാഗം. രാഗം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വിക്ഷോഭങ്ങൾ. അത് കാമമാകാം, ക്രോധമാകാം, ലോകമാകാം, മതമാകാം, മാത്സര്യമാകാം, അസൂയയാകാം, എല്ലാം രാഗത്തിൽ പെടുന്നു. അപ്പോൾ മനസ്സിൽ രാഗം ഉണ്ടാവണമെങ്കിൽ അതിന് മുമ്പ് എവിടെയെങ്കിലും ഒരു വ്യക്തി കാണുക. അല്ലെങ്കിൽ മനസ്സിൽ ആധി ഉണ്ടാവണമെങ്കിൽ ഈ ആധി എവിടെ വന്നു? ആധി മുകളിലുള്ള ബുദ്ധി ഉണ്ടായ ഭീതി എന്നാണ് വന്നത്. അപ്പോൾ ബുദ്ധിയിലെ ഭീതി മനസ്സിൽ എന്തായി മാറി? ആധി. അത് ശരീരത്തിൽ വന്നപ്പോൾ ഈ ബുദ്ധിയിൽ ഈ ഭീതി വരുന്ന കാര്യം വീണ്ടും പുറത്തു പോകേണ്ടിയിരിക്കുകയാണ്. അതിന്റെ ഉത്പത്തി സ്ഥാനമായിരിക്കുന്ന നമ്മുടെ ആത്മാവ്, ജീവനിൽ ഈ രണ്ടർത്ഥമാണ്. ഒന്ന് നമ്മുടെ പ്രകൃതി ക്ഷോഭങ്ങൾ, രണ്ട് ശനി വൃത്തി ഭയം.
എന്താണ്? ജനന മരണ ഭയമാണ് ആരെ ബുദ്ധിമുട്ടിക്കുന്നത്? ജീവനെ ബുദ്ധിമുട്ടിക്കുന്ന ദ്വൈതം, ജീവനെ ബുദ്ധിമുട്ടിക്കുന്ന സങ്കടം ജനന മരണമാണ്. ആ ജനന മരണ രീതി ബുദ്ധിയിൽ വരുമ്പോൾ കൺഫ്യൂഷനായിട്ട് മാറുകയാണ്, ക്ലാരിറ്റി ഇല്ലാതെ മാറി വരികയാണ്. ആ ക്ലാരിറ്റി ഇല്ലായ്മയ്ക്കാണ് നമ്മൾ മറ്റൊരു ഭാഷയിൽ പറയുന്നു ആവരണ വിക്ഷേപം. എന്താണ് ആവരണ വിക്ഷേപം? അതായത് കയറ് കണ്ടാൽ എന്തായിട്ട് തോന്നും? പാമ്പായിട്ട് തോന്നും. യഥാർത്ഥത്തിൽ കയറ് പാമ്പ് വേറെ. അപ്പൊ ഇല്ലാത്ത പാമ്പിനെ നമ്മളിവിടെ കാണുകയാണ്, കയറിൽ കാണുകയാണ്. ഇതൊരു വിഭ്രാന്തിയല്ലേ? അത് സത്യമായ അവസ്ഥയല്ല, അല്ല, അതൊരു ഭ്രമമാണ്. ഈ ബുദ്ധിയുടെ ഈ ഭ്രമത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭീതി. എന്താണ് ഭീതി? അപ്പൊ ജീവനിൽ ഭീതി, ജനിമൃതി ഭയം, ബുദ്ധിയിൽ ആവരണ വിക്ഷേപമുള്ള ഭീതി, മനസ്സിൽ ആദ്യം എന്താണ്? ആദ്യം സുഖദുഃഖം, സുഖദുഃഖങ്ങളെ കുറിച്ചുള്ള ശരീരത്തിൽ ശീത ഉഷ്ണം തണുപ്പ്. അപ്പോൾ ഈ ശരീരത്തിലെ തണുപ്പിനെ ചൂടിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിന്റെ സുഖവും ദുഃഖവുമാകുന്നു. ആ മനസ്സിന്റെ സുഖവും ദുഃഖവും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിയിൽ ആവരണ വിഷയങ്ങൾ, ബുദ്ധിയിൽ ആവരണ വിഷയങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ജീവന്റെ ജനിമൃതി. അപ്പൊ ജനിമൃതി, ആവരണ വിക്ഷേപ, സുഖ ദുഃഖ, ശീതോഷ്ണ, ഇത്രയും കൂടെ വരുമ്പോൾ ഈതി ഭീതി ആദി വ്യാധി ഇതിനെല്ലാം പരിഹാരം പരമാനന്ദ ഗുരുദേവനെ ഓർത്ത് സമാധി. എന്താണ് സമാധി? ഈതിക്കും ഭീതിക്കും ആദിക്കും വ്യാധിക്കും പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ സജ്ജനങ്ങളെ, സമാധി. സന്യാസിമാരുടെ മരണമല്ല സമാധി. ആന മരിച്ചാൽ ചെരുവെന്ന് പറയും, തിരുമേനി മരിച്ചാൽ കാലം ചെയ്തു എന്ന് പറയും, സ്വാമി മരിച്ചാൽ സമാധി എന്ന് പറയും. അതാണോ സമാധി? ആരുടെയും മരണമല്ല സമാധി. ഈ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഈ ബുദ്ധിയുടെ ഈ സമമായ നില, കാര്യങ്ങളെ സമ്യക്കായി മനസ്സിലാക്കുക, സമ്യക് ജ്ഞാനം. അതാണ് സന്യാസം, ഒരു സമ്യക് ജ്ഞാസമാണ്. കാര്യങ്ങളെ സമമായി വിലയിരുത്തുക. അതെങ്ങനെ സമമായിട്ട് വിലയിരുത്തുന്നത്? ഒറ്റ എക്സാമ്പിൾ മനസ്സിലാക്കാം. ഒരു സാധകൻ സഞ്ചരിച്ചങ്ങ് പോവുകയാണ്. അങ്ങനെ പോയി കുറേ ഒരു തടാകം, സന്ധ്യാസമയമാണ്. ആ തടാകത്തിൽ അദ്ദേഹം രണ്ട് വള്ളങ്ങൾ കാണുകയാണ്. ആരുമില്ല, മനോഹരമായ ഒരു അന്തരീക്ഷം, ആകാശത്ത് അങ്ങനെ ആകാശശാങ്കൻ നിൽക്കുകയാണ്, നക്ഷത്രങ്ങളൊക്കെ നിൽക്കുകയാണ്, മനോഹരമായ ഒരു അന്തരീക്ഷം. അദ്ദേഹം മെല്ലെ ഒരു വള്ളത്തിലോട്ട് കയറിയിട്ട് തുഴയാൻ തുടങ്ങി. ആ ഇളം കാറ്റും ആ കല്ലോലങ്ങളും ആ വെളിയിലുള്ള മരങ്ങളിലേക്ക് മരങ്ങളും ആ നക്ഷത്ര കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയും ചന്ദ്രികയുടെ ആ മന്ദഹാസവും ഇതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഒറ്റയ്ക്ക് ആ വള്ളത്തിൽ ഇങ്ങനെ ലക്ഷ്യമൊന്നുമില്ലാതെ ഇങ്ങനെ ശാന്തമായി ഇങ്ങനെ തുഴഞ്ഞു പോയ വഴിക്ക് ഉറങ്ങി. അല്ല, ധ്യാനത്തിലാണ്, ധ്യാനമുന്നമായി അദ്ദേഹത്തിന്റെ ചേതസ് ധ്യാനമുന്നമായി. നമ്മുടെ സിദ്ധാന്തം അനുസരിച്ച് ധ്യാനിക്കാൻ പോകുന്ന ആള് എന്തായാലും ആ ധ്യാനത്തിൽ നിന്ന് ഉണരുമ്പം കുറച്ചു നേരത്തേക്കെങ്കിലും ഒരു സാമാന്യമായിട്ടുള്ള ഒരു ശാന്തി കാരണം വേണ്ടേ? ഞാൻ നിങ്ങളൊക്കെ വിട്ടിരിക്കുന്നു, അവിടെ ധ്യാനിക്കാൻ പറഞ്ഞു, എല്ലാം ധ്യാനിച്ചു. ഈ ധ്യാനിച്ചിട്ട് കണ്ണു തുറക്കാൻ പറയുമ്പോൾ ആരെങ്കിലും ഭയങ്കര ബഹളം വെക്കാറുണ്ടോ? കുറച്ചു നേരത്തേക്ക്, കുറച്ചു നേരം കഴിഞ്ഞേ നമ്മളെന്ത് ചെയ്യും? ഒരു ബഹളത്തിലേക്ക് വരും. കാര്യം ആ ധ്യാനത്തിന്റെ പ്രത്യേകത ഈ ഇവിടെ സംഭവിച്ചെന്താണെന്ന് തോന്നുന്നു. ഈ ധ്യാനഭക്തമായിട്ട് അങ്ങനെ വള്ളത്തിലിരുന്ന ആള് പെട്ടെന്ന് ഞെട്ടുകയാണ്. കാര്യം വള്ളത്തിൽ ആരോ ഒന്ന് ഇടിച്ച് തട്ടി ദേഷിച്ച് ഉറക്കെ ചീത്തയും വിളിക്കുകയാണ്, ആളുകയാണ്. എന്തൊക്കെയാണോ പറയാൻ പറ്റുന്ന അസഭ്യങ്ങളെല്ലാം വിളിച്ച് പറയുകയാണ്. രാത്രിയായിട്ട് കണ്ടില്ല എന്തോ സംഭവം. അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നത് ആരാണ്ട് മീൻ പിടിക്കാൻ പോകുന്ന ആള് അയാളുടെ വള്ളം കൊണ്ടുവന്ന് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ തിരിച്ചറിഞ്ഞില്ലേ, നീ എന്തിനാ കൊണ്ടത് എന്റെ വള്ളത്തിൽ ഇടിച്ചതെന്ന് ചോദിച്ചിട്ട് വെള്ളം നോക്കുകയാണ്. കണ്ണൊക്കെ തിരുമ്മി അദ്ദേഹം നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്താ ഇടിച്ചത് വെള്ളം, ആ വള്ളത്തിൽ ആരുമില്ല. അപ്പോഴദ്ദേഹം ദേഷ്യം പോയി, വീണ്ടും ശാന്തി വരും. ഒരു സെക്കൻഡ് കൊണ്ട് അദ്ദേഹം വളരെ ശാന്തനായി. ഇതെന്താ അങ്ങനെ സംഭവിച്ചത്? ഒരു സെക്കൻഡ് കൊണ്ട് ദേഷ്യം വന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഇതിനെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അദ്ദേഹത്തായി
പരമശാന്തിയിലായി. ഇതെങ്ങനെ സംഭവിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ദേഷ്യം വരുന്നതിന്റെ കാരണം. ഇത് സ്വാഭാവികമായി പ്രകൃതി സംഭവിക്കുകയാണ് പലതും എന്ന് തിരിച്ചറിയുന്നില്ല. ഇതിനെല്ലാം അവളാണ് കാരണം. അപ്പൊ നമ്മളൊരു കർത്തൃത്വം, ഒരു കർത്താവിനെ ഊന്നിയാണ് ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതിന്റെ പിന്നിലുള്ള ആരുടെയോ ഗൂഢമായ ആലോചനയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ ഇത് രണ്ട് നടന്നോ? ഇത് എവിടുന്നോ വന്ന് കയറിയ ഒരു അരഞ്ഞിരിഞ്ഞ് വന്ന് പിടിച്ച ഒരു വള്ളം. അവിടെ കർത്താവുണ്ടോ? അതിന്. അപ്പൊ കർത്തൃത്വം ഇല്ലെന്ന് കണ്ടപ്പോൾ അയാളെന്തായി? ശാന്തം. ഇതാണ് ഈഗോ ക്ലാഷ്. നമ്മുടെ ഒക്കെ ഓഫീസിലായാലും വീടുകളിലായാലും ഒക്കെ നമുക്ക് എന്താ ക്ലാഷ്. അപ്പൊ ഇതിനെ സമ്യക് ജ്ഞാനം കൊണ്ട് നേരിട്ട രംഗമാണ്. അദ്ദേഹം നോക്കിയപ്പോൾ ആളില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്തായി? സമ്യക് സമമായി സമാധി ശാന്തമായി. ഇത് നമ്മളല്ലാതെ പരിശീലിച്ചാൽ മതി. ഈ വെള്ളം അടിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഓരോ സംഭവിക്കുമ്പോഴും അനുഭവിക്കാനുള്ളതാണ്. ഇത് അനുഭവിക്കാനുള്ളതാണ്. ആരോ കറക്കുന്ന പമ്പരം പോലെ കറങ്ങുന്നതാണ് ഈ പ്രപഞ്ചമെല്ലാം. ഇതൊക്കെ നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. നമ്മൾ എത്ര ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചാലും പിന്നെ ചലതി ഏതോ മഹശക്തിയുടെ ഒരു ആലോചന നടക്കുന്നത്. നമ്മുടെ ഈ പരിമിതമായ ബുദ്ധിയിലും നമ്മുടെ ഈഗോയിലും കാണുന്ന അതിന്റെ കാര്യങ്ങൾ. എന്നെ ഒരാൾ അസത്യം പറയണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പ്രകൃതിയിലെ ഒരു സംവിധാനമാണ് ആ അസത്യം പറഞ്ഞത്. കാണാതെ അവനെ പിച്ചാത്തി എടുത്തുകൊണ്ട് കുത്താൻ പോയാൽ ഈ കർമ്മ പരമ്പര എത്തിക്കുകയാണ്, വർദ്ധിക്കുകയാണ്. ഒരു ഉദാഹരണം പറയാം. സ്വാമി ഒരിക്കൽ നടന്നിങ്ങനെ വരുമ്പോൾ ഒരാൾ സൈഡിൽ നിന്ന് വളരെ ചീത്ത വിളിക്കുകയാണ്. ഞാൻ അനങ്ങാതെ നടന്നു പോയി. അപ്പൊ എന്റെ പുറകെ വന്ന് വേറൊരാൾ തെറ്റിദ്ധരിച്ച് അയാളെ വിളിച്ചു. ഞാൻ നോക്കിയിട്ട് ഇയാളുമായിട്ട് കഴിയുമ്പോൾ ആളെല്ലാം കുട്ടിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അയാളെ ചീത്ത വിളിച്ചറിയാം. പക്ഷെ സ്വാമി അവിടെ കർത്താവിനെ കണ്ടില്ല. അതൊരു സംഭവം. അതൊരു സംഭവം, പ്രകൃതിയിലൊരു സംഭവം. പക്ഷെ പുറകെ വന്നാണ് അതൊരു സംഭവമായിട്ട് എടുക്കത്തില്ല. അയാൾ കർത്താവായിട്ട് മറ്റേയാളെ കണ്ടുകൊണ്ട് അയാളെ അല്ല വിളിച്ചിട്ടെങ്കിലും നേരെ ചെന്ന് അവിടെ ചെന്ന് അതിച്ചത് കുരുങ്ങി ഒരു കർമ്മപഠനം. ഈ പ്രകൃതി സംഭവിക്കുന്നതെല്ലാം അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് പെരുമഴ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ഭൂമികുലുക്കം, അതല്ലെങ്കിൽ പല പല ക്ഷോഭങ്ങൾ വരുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് പറയുന്നത് പ്രകൃതി ദുരന്തം. എന്താണ്? പ്രകൃതിക്ക് ദുരന്തമൊന്നും ഇല്ല. ഇത് പ്രകൃതി പ്രതിഭാസമായി പറയുന്നത്. എന്താണ്? പ്രകൃതിയിലുള്ള പ്രതിഭാസമാണ്. ഈ പ്രതിഭാസം തിരിച്ചറിയാതെ അതിനെ എങ്ങനെ അതിജീവിക്കണമെന്നുള്ള ബുദ്ധി ആലോചിക്കാതെ ഇതൊരു ദുരന്തമായി മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ അക്രമോത്സുകമായ രീതിയിൽ നേരിടാൻ ഒരുങ്ങുന്ന മനുഷ്യന്റെ വ്യക്തിത്വത്തെയാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം ഇടിവെട്ടുക, മഴ പെയ്യുക, ഭൂമി വിടരുക, അല്ലെങ്കിൽ അഗ്നിമഴ പെയ്യുക, ഇതൊക്കെ ആരുടെയും ഏറ്റവും കുറവായിട്ട് നമ്മൾ കരുതുന്നത്. അത് പ്രകൃതിയുടെ പ്രതിഭാസം മാത്രമാണ്. അതൊരു ദുരന്തമാക്കുന്നത് മനുഷ്യന്റെ ഭാവനയാണ്. ഇപ്പൊ മുല്ലപ്പെരിയാർ ദുരന്തമാണ്. എന്താണ്? നമ്മളവിടെ ഒരു ഡാം കെട്ടിയതാണ് ദുരന്തമായി മാറിയത്. ആ ഡാം കെട്ടിയിലേക്ക് കാണുന്നില്ല, അതിന്റെ പേരിൽ ദുരന്തമില്ല. അപ്പോൾ ഈ നമ്മൾ ഡാം കെട്ടി വെച്ചുകൊണ്ട് പ്രകൃതിക്ക് വല്ലതുണ്ടോ? ഇല്ല. പ്രകൃതി വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ഇത് തമിഴ്കൂടിയാക്കിക്കൊണ്ട് ഈ കേരളം മൊത്തം വെള്ളത്തിലാണ്. എന്തിനാണ്? 5 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ മതി, കേരളം വെള്ളത്തിലാവും. പക്ഷെ അങ്ങനെ പെയ്യുന്നില്ല. 3-ാം ദിവസം ആകുമ്പോൾ മാറും. പേടി നിൽക്കുക നമ്മുടെ ആര്? പ്രകൃതി. നമ്മുടെ കഴിവല്ല, നമ്മുടെ ആരുടെയും ബുദ്ധിയല്ല. ഈ മഴ 10 ദിവസം അടുപ്പിച്ച് പെയ്താൽ കേരളമില്ല, പക്ഷെ അങ്ങനെ പെയ്യത്തില്ല. അവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ദുരന്തമൊന്നുമല്ല, പ്രകൃതിയുടെ പ്രതിഭാസത്തിന്റെ ഭാഗമാണ്. ആ പ്രതിഭാസത്തെ നിരീക്ഷിച്ചുകൊണ്ട് അതിനെ എങ്ങനെ അതിജീവിക്കാമെന്ന് ആലോചിക്കേണ്ട മനുഷ്യബുദ്ധി അതിനോട് പ്രകൃതിയോട് ഏറ്റുമുട്ടാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ ദുരന്തമായി മാറുകയാണ്. അതിന് ഉദാഹരണമാണ് ഈ പറഞ്ഞത്. ഒരാൾ അവിടെ നിന്ന് മദ്യപിച്ചിട്ട് ചീത്ത വിളിച്ചത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ മദ്യമുളവാക്കിയ സ്വാധീനമാകുന്ന പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തെ മനസ്സിലാക്കിയ ഒരു സാധനം നടന്നു പോയി. അതിന് ഞങ്ങൾ തമ്മിൽ നേരത്തെ ബന്ധമൊന്നുമുള്ളതല്ല, ഒന്നുമില്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ചിന്തിച്ചെടുക്കാവുന്നുള്ളൂ. അയാളുടെ മദ്യത്തിന്റെ പുറത്തായിട്ട് കാണിച്ചിരിക്കുന്നത് വേളങ്ങളാണ്. പക്ഷെ കുറെ വന്നാണ് അങ്ങനെ ചിന്തിക്കുന്നില്ല. അയാൾ അത് ദുരന്തമായിട്ട് കണ്ടു. ഇങ്ങനെ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. ചാടിച്ചെന്ന് അവിടെ ചെന്ന് ഇടിയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അവിടെ മൊത്തവും കോലാഹലമാണ്. ഇതാണ് നമ്മുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും ഒക്കെ സംഭവിക്കുന്ന പ്രതിഭാസം. ആ പ്രതിഭാസത്തെ തിരിച്ചറിയാതെ വ്യക്തിയിലെ കർത്താവിനെ നമ്മൾ ഊന്നിക്കൊണ്ട് അവനുമായിട്ട് കർമ്മത്തിൽ ചെന്ന് കുരുങ്ങുമ്പോൾ ഇങ്ങനെ കറങ്ങി
കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പഴുതയുന്ന. അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ സാർ ചുരുക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം മാത്രമാണ് തുടങ്ങിയിടത്തെത്തി ആത്മീയത. എന്താണ് ആത്മീയത? ഇന്നുള്ളത് ആത്മീയതയല്ലേ സ്വാമി? അല്ല. ഇന്ന് ഭാരതം തന്നെ ഒരു ആത്മീയ രാജ്യമാവാനെത്തി ശ്രമിക്കുന്നത് ഇത് മതരാഷ്ട്രമാകാനാണ്. അപ്പോൾ മതരാഷ്ട്രം എന്നുള്ള അവസ്ഥ ഒരിക്കലും ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. മതരാഷ്ട്രമാവാൻ ശ്രമിക്കുമ്പോൾ അവിടെ സംഘർഷം ആരംഭിക്കുകയാണ്. മതരാഷ്ട്രീയമാണ് എവിടെയും പ്രശ്നങ്ങൾ. പൊളിറ്റിക്കൽ ഹിന്ദു, പൊളിറ്റിക്കൽ ഇസ്ലാം, പൊളിറ്റിക്കൽ ക്രിസ്ത്യൻ, ഇതെപ്പോഴും അപകടമാണ്. അപ്പോൾ ഈ മതരാഷ്ട്രത്തെ ആത്മീയ രാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. റിലീജിയസിറ്റി മാറി സ്പിരിച്വാലിറ്റിയിലേക്ക് മാറണം. രണ്ടും രണ്ടാണ്. സ്പിരിച്വാലിറ്റി വേറെ, റിലീജിയസിറ്റി വേറെ. സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ ഞാനും നിങ്ങളുമെല്ലാം ആത്മാവാണ്. സംശയമുണ്ടോ? ഞാനും നിങ്ങളുമെല്ലാം ആത്മാവാണ്. ആത്മാവുള്ളതിന് ആത്മീയത ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ഇൻബോണാണ്, ഇൻഹറന്റ് ആണ്. അവനുള്ളത് ഇൻബിൽറ്റ് ആണ്. പക്ഷേ ആത്മീയത ഇൻബിൽറ്റ് ആണെങ്കിൽ മതം അതല്ല. മതം രണ്ടാമത് രീതിയാണ്. അപ്പോൾ ആത്മീയത നമ്മുടെ ജന്മാവകാശവും മതം നമ്മളിലേക്ക് സമൂഹം അടിച്ചേൽപ്പിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ്. അപ്പോൾ ആ മതബോധത്തിൽ നിന്ന് മാറി ആത്മബോധത്തിലേക്ക് തിരികെ എത്തുന്നതാണ് മഹാത്മാഗാന്ധി പഠിപ്പിച്ച. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തെ എങ്ങനെ ആത്മീയവൽക്കരിക്കാൻ പഠിപ്പിച്ചു. ഹൗ ടു സ്പിരിച്വലൈസ് പൊളിറ്റിക്സ്. അതുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയക്കാരുടെ ഇടയിൽ സന്യാസികൾ അറിയപ്പെടുന്നത്. അപ്പോൾ പക്കാ ഭൗതികമായിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെ പോലും ആത്മീയവൽക്കരിക്കാമെന്ന് ആര് പഠിപ്പിച്ചു? ഗാന്ധിജി. ആ സത്യാഗ്രഹം വിജയിച്ചു. വെറുതെ പറഞ്ഞതല്ല, നടപ്പിലാക്കി കാണിച്ചു. ഇനി ഈ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം, കലാം സാഹിബ് എന്താണ് പഠിപ്പിച്ചത്? ഭൗതിക ശാസ്ത്രം, മെറ്റീരിയൽ സയൻസിനെ എങ്ങനെ ആത്മീയവൽക്കരിക്കാം. ഹൗ ടു സ്പിരിച്വലൈസ് മെറ്റീരിയൽ സയൻസ്. അതുകൊണ്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നതാണ് ശാസ്ത്രകാരന്മാർക്കിടയിലെ സന്യാസി, ദി സെയിന്റ് എമംഗ് സയന്റിസ്റ്റ്. വിവേകാനന്ദ സ്വാമി ഹിന്ദുമതം പറഞ്ഞു. കേട്ടുകൊണ്ടിരുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും എല്ലാം തൊഴുത് അന്തംപ്പെട്ടാണ്ടിരിക്കുകയാണ് അത്ഭുതത്തോടെ. നമ്മുടെ ഇതിൽ ഏതെങ്കിലും സ്വാമി എന്ന് എവിടെയെങ്കിലും ഒരു ഹിന്ദുമതം പറഞ്ഞാൽ ഹിന്ദുക്കൾ പോലും ചിലപ്പോൾ അദ്ദേഹത്തെ എതിർക്കുന്നു. അതെന്താണ് സംഭവിക്കുന്നത്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ ആത്മീയത ഇല്ലാതെ മതം പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വളരെ വിഷമമുണ്ടാകും. ആത്മീയത ഇല്ലാതെ ശാസ്ത്രവുമായിട്ട് നടന്നാൽ ആ ശാസ്ത്രം ലോകത്തെ നശിപ്പിക്കാൻ ഉപകരിക്കും. ആത്മീയത ഇല്ലാതെ രാഷ്ട്രീയം കൊണ്ട് നടന്നാൽ ആ രാഷ്ട്രീയം രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റും. അപ്പൊ നമുക്ക് മതരാഷ്ട്രം, മതശാസ്ത്രം, ഇതെല്ലാം ഇന്നിങ്ങനെ വരികയാണ്. അപ്പോൾ ഈ മതാത്മകതയിൽ നിന്നും ആത്മീയതയിലേക്ക് മടക്കയാത്ര നടത്തേണ്ട ഒരു കാലഘട്ടമാണ് ശ്രീനാരായണ ഗുരുദേവൻ പോലും സ്വജീവിതത്തിലൂടെ നമ്മുടെ മുമ്പിൽ കാണിച്ചത്. നാരായണ ഗുരുദേവനെ ആരും കുറ്റം പറയുന്നില്ല. പറയുന്നുണ്ടോ? ഇല്ല. എന്താണ്? അദ്ദേഹം സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം നവോത്ഥാനം സൃഷ്ടിച്ചത് ഹിന്ദു മതം എന്ന് പറഞ്ഞല്ല. അതോ? അല്ല. അദ്ദേഹം ആത്മീയതയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്, മതത്തിനല്ല. അപ്പൊ മതബോധമല്ല അദ്ദേഹം പ്രചരിപ്പിച്ചത്. എന്താണ്? ആത്മബോധമാണ്. അപ്പോൾ ആത്മീയതയാണ് കാലഘട്ടം ആവശ്യപ്പെടുന്ന സയൻസ് ഓഫ് സയൻസ്, സ്പിരിച്വൽ സയൻസ്. അതങ്ങനെ സ്വാമി ആണ്. ഇന്ന് ഈ ഫിസിക്സ് ഈസ് ഗോയിങ് ടു മെറ്റാഫിസിക്സ്, സൈക്കോളജി ഈസ് മൂവിംഗ് ടു പാരാസൈക്കോളജി. എല്ലാവരും കൂടെ അതീതത്തിലേക്ക് കടക്കുകയാണ്, അതീത വിജ്ഞാനത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കുന്നതിനും അപ്പുറം, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള വിഷയങ്ങളൊക്കെയാണ് ആധുനിക ശാസ്ത്രം പോലും ഇന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ശ്രമിക്കുന്നത്, പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത്, അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എക്സ്ട്രാ ടെറസ്ട്രിയൽ കോഴ്സായിരിക്കുന്ന നമുക്ക് അന്യഗ്രഹ ജീവികളൊന്നും അന്യ ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പുരാണത്തിൽ ഋഷിമാരും പറഞ്ഞിരിക്കുന്ന ഈ ദേവതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗന്ധർവൻ എന്താണ്, യക്ഷി എന്താണ്, പിശാച് എന്താണ്, പേയ് എന്താണ്, പിണർ എന്താണ്, അസുരൻ എന്താണ്, ദേവൻ എന്താണ്, ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ നമുക്കറിയാൻ പറ്റാത്ത അജ്ഞാതമായ ശക്തിവിശേഷങ്ങൾ ഈ പ്രകൃതിയിലുണ്ട്. അതിനെക്കുറിച്ചുള്ള ആ പരീക്ഷണം, അതിനെക്കുറിച്ചുള്ള നിരീക്ഷണം അത് വസ്തുനിഷ്ഠമായിട്ട് പറ്റില്ല, ഒബ്ജക്റ്റീവായിട്ട് പറ്റില്ല, ആത്മനിഷ്ഠമായിട്ട്.
സബ്ജക്റ്റീവായിട്ട് തന്നിലേക്ക് തന്നെ തിരിഞ്ഞ്. അപ്പോഴാണ് ഒരു ഉപഗ്രഹവും ഇല്ലാതെ നവഗ്രഹങ്ങൾ നടക്കുന്ന വിവരങ്ങളെല്ലാം തന്റെ പ്രജ്ഞയിൽ തെളിഞ്ഞു കണ്ട ഋഷി അതെല്ലാം എഴുതി വെച്ചുകൊടുക്കുന്നത്. അന്നൊരു ഉപഗ്രഹം ഇല്ല. അപ്പോൾ ഏത് ഉപഗ്രഹങ്ങൾക്കും യന്ത്രശക്തിക്കും അപ്പുറമാണ് മനുഷ്യന്റെ മന്ത്രശക്തി, മനനശക്തി. ആ മനന ത്രായതേ ഇതി മന്ത്രമാണ്. ആ മന്ത്രമാണ് കാലഘട്ടം ആവശ്യപ്പെടുന്ന മോചനത്തിന്റെ മന്ത്രം, വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രം. അതാണ് ആത്മീയത. അപ്പോൾ സ്വാമി ഇന്ന് പറഞ്ഞ വിഷയം ഒന്ന് മാത്രം. ജീവിതത്തിന്റെ സമഗ്ര മണ്ഡലങ്ങളെ നമ്മൾ എന്താക്കി മാറ്റണം? ആത്മീയമാക്കി മാറ്റണം. മതത്തിന്റെ സങ്കുചിതമായ ചട്ടക്കൂടുകൾ കിടന്ന അങ്ങോട്ടും അടികൂടാതെ മത അതീത ആത്മീയത. ഇത് നമ്മളെ ആരും പഠിപ്പിക്കണ്ട. ഒരു ഹിന്ദുവിനെ ആരും മതേതരത്വം പഠിപ്പിക്കണ്ട. അവന്റെ ജന്മസിദ്ധമാണ്. അവനെ മതാതീത ആത്മീയത പഠിപ്പിക്കണ്ട, ജന്മസിദ്ധമാണ്. അല്ലേ? നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ ഇവിടെ തന്നെ ഈ ആശ്രമം കണ്ടിട്ട് കുരിശ് വെച്ചിരിക്കുന്നത്. ഇതൊരു ഹിന്ദുത്വ ബോധമുള്ള ഒരുത്തിനെ കണ്ടാൽ സഹിക്കും. മറിച്ച് ഒരു ഹിന്ദു മതവിശ്വാസി അല്ലാതെ ഹിന്ദു ആത്മീയ വിശ്വാസിക്ക് ഇതെന്താവും? കുഴപ്പമില്ല. കാര്യം ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീനം ദൂര്യതേ ഇത് ഹിന്ദു. ഹീനമായ കാര്യങ്ങൾ ദൂരനിൽക്കുന്നവനാണ് ആര്? ഹിന്ദു. ഹീനമായ കാര്യങ്ങളിൽ ദൂരനിൽക്കുന്ന ഏത് വ്യക്തിയും ആര് തന്നെയാണ്? ഹിന്ദു തന്നെയാണ്. ഹിംസാനഹി, അവന് ഹിംസാത്മക സ്വഭാവമില്ല. അപ്പോൾ അങ്ങനെ ഒരു 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 വലിയ ആൽവൃക്ഷത്തിനോട് ചേർന്ന് ഒരു വള്ളി പടർന്ന് 6 മാസം കൊണ്ട് ആ ആൽവൃക്ഷത്തെ മൂടിയിട്ട് ആ വള്ളി അഭിമാനത്തോടെ പറയുകയാണ്, ഗർവോട് പറയുകയാണ്, ഹേ ആൽവൃക്ഷമേ, നിങ്ങൾ 150, 200, 500 കൊല്ലം കൊണ്ടാണ് ഇത്രയും വളർന്നത്. ഞാൻ വെറും 3 മാസം കൊണ്ട് ഇടം വരുത്തി നിങ്ങളുടെ വീട്ടിലെത്തി. ഇതുപോലാണ് ഈ സനാതന സംസ്കൃതിയായിരിക്കുന്ന, നമ്മുടെ സനാതന ധർമ്മമായിരിക്കുന്ന ആ ഹിന്ദു ധർമ്മത്തിന്റെ മകളിൽ പല പദങ്ങളാകുന്ന വള്ളികൾ ചുറ്റി അതിന്റെ മേളിൽ കൂടെ പോകുമ്പോഴും അവർ പറയുന്നതാണ്, ഞങ്ങൾ ആ ഇത്ര വർഷം കൊണ്ട് ഇതിനെല്ലാം കീഴടങ്ങി. അപ്പോഴും ആ ആൽവൃക്ഷമാകുന്ന മുത്തച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ കുഞ്ഞു വള്ളി ഇതുപോലെ പല വള്ളികൾ ഇങ്ങനെ മേളിൽ വന്ന് 2 ദിവസം കഴിയുമ്പോൾ അതെല്ലാം പോയി ഇങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പല വള്ളികളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അധികം നാളൊന്നും ആയുസ് ഇല്ല. അപ്പോഴും അജയ്യമായി മാറുന്ന ലോകത്തും മാറാൻ നിൽക്കുന്ന ആ സനാതന ധർമ്മത്തിന്റെ പിന്മുറക്കാരായിരിക്കും നമ്മളെല്ലാം. യാതൊരു വിധത്തിലുള്ള മതപരിവർത്തനത്തെ കുറിച്ചും, യാതൊരു വിധത്തിലുള്ള ജിഹാദിനെ കുറിച്ചും, യാതൊരു വിധത്തിലുള്ള വെല്ലുവിളികളെ കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട. ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ സംസ്കൃതിക്ക് എപ്പോഴൊക്കെ എന്തെല്ലാം വെല്ലുവിളികൾ നേരിടുന്നുവോ അപ്പോഴെല്ലാം എന്താണ് ആ സമയത്ത് അവിടെ അഭ്യുത്ഥാനത്തിന്റെ അല്ലെങ്കിൽ അധർമ്മത്തിന്റെ അഭ്യുത്ഥാന സമയത്ത് ധർമ്മത്തിന്റെ അഭ്യുദയത്തിനായിട്ട് സംഭവാമി യുഗേ അങ്ങനെയുള്ള മഹത്തായ ഒരു യുഗപുരുഷനായിരുന്നു ധർമാനന്ദ ഗുരുദേവൻ. ആ ഗുരുദേവൻ പ്രവചിച്ചത് നടപ്പിലാക്കിയാണ് ജ്ഞാനാനന്ദ ഗുരുദേവൻ, അല്ലേ? അപ്പൊ ധർമാനന്ദ ഗുരുദേവൻ എന്ത് പറഞ്ഞു? അത് നടപ്പിലാക്കിയാണ് ആര്? ജ്ഞാനാനന്ദ ഗുരുദേവൻ. അവിടാണ് ആ വിശിഷ്ട. അപ്പോൾ ആ സേവനത്തിലൂടെ, ആ ത്യാഗത്തിലൂടെ ആത്മനമോക്ഷാത്മ ജഗത്തിനായിച്ച അവനവന്റെ മോക്ഷവും ഒപ്പം അവനവൻ ആത്മസുഖത്തിന് ആചരിച്ചവ അവനും സുഖത്തിനായി വരേണ്ടവ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ ജീവിതം ധന്യമായി ഈ വേദിയിലേക്ക്, ആ ഓർമ്മ പുതുക്കുന്നതിലേക്ക് സ്വാമി ക്ഷണിച്ച സകല സുമനസ്സുകൾക്കും സകല ശക്തികൾക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർണ്ണമായ ആ നന്ദി നമസ്കാരവും ഒപ്പം നമുക്ക് അനുഗ്രഹീതമായ അന്തരീക്ഷം ഒരുക്കിയ പ്രപഞ്ച ശക്തിക്ക് മുന്നിൽ സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം